എല്ലാവർക്കും വിഷുദിന ആശംസകൾ. ഇന്ന് രാത്രി നമ്മൾ വിഷു എല്ലാം ഒരുക്കി വെച്ചിട്ട് വേണം നാളെ നമുക്ക് കണി കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിതെല്ലാം ഒരുക്കി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വിഷു കണി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? കണിക്കൊന്ന. കണിക്കൊന്ന വിഷു കഴിഞ്ഞിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് നാളെ കുറേ കിട്ടുമല്ലേ വിഷു കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി നാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരുക്കി വെക്കാൻ ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഒരുക്കി വെക്കാം. അപ്പോൾ വിഷുക്കണിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് ഒരുക്കി വെക്കണം. അപ്പം നമ്മൾ കൃഷ്ണനെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. മാലയിട്ട് മയിൽപ്പീലിയൊക്കെ വെച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കണി ഒരുക്കാം. ഉരുളിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നാക്കി വെക്കാം. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരും. നമുക്ക് ആദ്യം ഉരുളിയിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് അരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അരി വെച്ചു. ഇനി അടുത്ത് നമുക്ക് എന്താണ്, കണി വെള്ളരി നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ചക്ക വെച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കണിയായിട്ട് ഒരുക്കാവുന്നതാണ്. പൈനാപ്പിൾ, കടച്ചക്ക പൈനാപ്പിൾ എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ ആ പൈനാപ്പിളും നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങയും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരുക്കങ്ങൾ നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് വിഷുവിൻ്റെ ഐതിഹ്യത്തെ പറ്റി ഒന്ന് കേട്ടാലോ? ശരി അമ്മേ. അപ്പോൾ നമുക്ക് വിഷു ആഘോഷിക്കുന്നത് എന്തിനാണെന്നും അതിൻ്റെ ഐതിഹ്യവും ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഓണം എന്ന് പറയുന്നത് വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. എന്നാൽ വിഷുവോ നടീലിൻ്റെ ഉത്സവം എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ വിഷുവിന് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. രാക്ഷസ രാജാവായ രാവണനുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ രാവണനെ പറ്റി? അതെ അമ്മേ. നമ്മുടെ സീതാദേവിയെ കട്ടുകൊണ്ടുപോയ രാവണൻ. ആ രാവണൻ സൂര്യരശ്മികൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പതിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആ രാവണന്. അങ്ങനെ ഒട്ടും ഇഷ്ടമല്ലാതെ വന്നപ്പോൾ രാവണൻ എന്ത് ചെയ്തെന്നറിയാമോ? സൂര്യദേവനോട് വിലക്കി ഇനി ഇങ്ങോട്ട് സൂര്യരശ്മികൾ പതിക്കരുതെന്ന്. അങ്ങനെ നമ്മുടെ സൂര്യദേവൻ എന്ത് ചെയ്തു? രശ്മികൾ പതിപ്പിക്കാതെ ആയി. രാമരാവണ യുദ്ധം കേട്ടിട്ടുണ്ടോ? രാവണൻ നമ്മുടെ സീതയെ കട്ടുകൊണ്ട് പോയപ്പോൾ സീതാദേവിയെ രാവണൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനായിട്ട് നമ്മുടെ രാമൻ രാവണനുമായിട്ട് നല്ല യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ നമ്മുടെ രാമൻ എന്ത് ചെയ്തു? രാവണനെ വധിച്ചു. അങ്ങനെ രാവണൻ്റെ മരണശേഷം സൂര്യൻ കിഴക്കുദിക്കാൻ തുടങ്ങി. അപ്പം അന്നേ ദിവസം മേടം 1 നമ്മൾ വിഷു ആഘോഷിക്കാൻ തുടങ്ങി എന്നൊരു ഐതിഹ്യം കൂടി ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ലായിരുന്നു അമ്മേ. ഇപ്പം മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പം നമ്മൾ വിളക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. കാത്തു കണിക്കൊന്നുണ്ടോ? അമ്മ ഇതെവിടെ വെക്കണ്ടേ? കണിക്കൊന്നായി. കണിക്കൊന്ന നമ്മൾ വെച്ചതിൻ്റെ എല്ലാത്തിനെയും മുകളിലായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി വിളക്കിനൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയാമോ? നമ്മൾ വിളക്ക് തിരികെത്തുമ്പം കത്തിക്കുമ്പോൾ 5 തിരിയിട്ട് വേണം കത്തിക്കാൻ. വിശേഷം ഉള്ള ദിവസങ്ങളിൽ 5 തിരി, അല്ലാത്തപ്പോൾ നമ്മൾ 2 തിരിയായിട്ട്. അപ്പം 5 തിരിയിട്ട് കത്തിക്കുമ്പോൾ 1 കിഴക്കോട്ട്, 1 പടിഞ്ഞാട്ട്, 1 തെക്കോട്ട്, 1 വടക്കോട്ട്, 1 നമ്മുടെ വടക്ക് കിഴക്ക്
ദിശയിലേക്ക് ഒരെണ്ണം വെക്കണം. നമ്മൾ കിഴക്ക് നിന്നും കത്തിച്ച് തെക്ക് കത്തിച്ച് വീണ്ടും പടിഞ്ഞാട്ട് വന്ന് പിന്നെ വടക്കോട്ട് പിന്നെ വടക്ക് കിഴക്ക് ഭാഗം വീണ്ടും നമ്മൾ ആ കിഴക്ക് ഭാഗവും കൂടെ കാണിച്ച് അങ്ങനെയാണ് വിളക്ക് നമ്മൾ കത്തിക്കുന്നത്. കിണ്ടിയുടെ വാല് കിഴക്കോട്ടിരിക്കണം. പിന്നെ ചന്ദനത്തിരി വെക്കണം. പിന്നെ വെള്ള പുഷ്പങ്ങൾ കിണ്ടിയിലെ വെള്ളത്തിൽ നമ്മളിട്ടാലും നല്ലതാണ്. അങ്ങനെയാണ് കത്തിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു തുളസി മാല കെട്ടി ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണിയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് രണ്ടുപേരെയും വന്ന് എല്ലാവരെയും ഇന്ന് കണി കാണിക്കാനായിട്ട് വിളിക്കാം. അപ്പോൾ എഴുന്നേൽക്കണം കേട്ടോ. ഓക്കെ, ശരി അമ്മേ. എല്ലാവർക്കും വിഷുദിന ആശംസകൾ. എല്ലാവരും നാളെ സന്തോഷത്തോടെ ആഘോഷിക്കുക. അത് മാത്രമല്ല, എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി. ഹാപ്പി വിഷു.